ഒരു ഐറ്റം പുഡിങ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടാ. ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരുപാട് മെനക്കെട്ട് ഉണ്ടാക്കേണ്ട ഒരു പുഡിങ് ഒന്നുമല്ല കേട്ടോ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം. ഇനിയിപ്പോൾ വീട്ടിലൊക്കെ വിരുന്നൊക്കെ വരുന്ന ടൈമിലെ പുഡിങ്ങായിട്ട് നിങ്ങൾ ഇനി ഈ ഒരു ഐറ്റം ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടിട്ടാ. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടന്നാലോ. ഐറ്റം വേറെ ഒന്നുമല്ല കേട്ടോ, റാഫല്ല പുഡിങ്ങാണ്. ഫസ്റ്റ് ഇതിലേക്ക് നമുക്ക് ചൈന ഗ്രാസ് കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങോട്ട് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് വിപ്പിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ അതും യൂസ് ചെയ്യുക. എന്നിട്ട് ഇതിലേക്ക് നല്ല തണുത്ത പാലും അതേപോലെ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് കുറച്ച് തിക്കിങ് ക്രീമും മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഇതൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ച ചൈന ഗ്രാസ് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ലാസ്റ്റ് ഡെസിഗേറ്റഡ് കോക്കനട്ട് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഉണ്ടല്ലോ ഈ പുഡിങ് നമ്മൾ ഏത് ട്രേയിലേക്കാണ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് മാറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി ഡെസിഗേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ റാഫെല്ലോൻ്റെ ചോക്ലേറ്റ് ഉണ്ടല്ലോ അതും കൂടി വെച്ച് കൊടുത്തതിൻ്റെ ശേഷം ഒരു 5 hours നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെക്കാം കേട്ടോ. ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.